വാരാളേ വാരാളമ്മ പരിചയാണേ നല്ല തങ്കം വാരാളേ വാരാളമ്മ പരിചയാണേ നല്ല തങ്കം വാരാളേ വാരാളമ്മ പരിചയാണേ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന മറ്റൊരു പരദേശി കൂട്ടമാണ് തൊട്ടിയനും തൊട്ടിച്ചിയും പ്രതിനിധീകരിക്കുന്നത്. ആനമലയിൽ നിന്നാണ് തൊട്ടിച്ചിയുടെ വരവ്. പച്ചകുത്തുക, അതുപോലെ തന്നെ സോപ്പ് ചീപ്പ് കണ്ണാടിയൊക്കെ വിൽക്കുക, ദാനധർമ്മങ്ങൾ വാങ്ങിക്കുക തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഉപജീവനം. മരിച്ചു പോകുമ്പോൾ ഈ പച്ചയെ കിട്ടുള്ളൂ. ഇതാണ് അതിൻ്റെ സങ്കല്പം അന്നത്തെ. അപ്പോൾ എല്ലാവരും പച്ച കൊത്തും. അതിന് രാരികണ്ണെ പാട്ട്, രാരികണ്ണെ രാരോ രോരികണ്ണേ അമ്മമ്മ രോരികണ്ണേ രോരാരേ. ഇത് പാടിയിട്ട് 5 ദൂശി കൂട്ടിക്കെട്ടിയ ഒരു ദൂശി കൊണ്ടാണ് ഇത് കുത്തുന്നത്. ചോദ്യക്കാരതിനെന്താ, ഇതെല്ലാറ്റിനും ചോദ്യക്കാരനുണ്ടല്ലോ. അയാൾ പറയുന്നു, ഞാൻ ഇത്ര നേരം കളിക്കുകയും ചെറുക്കുകയും കൂട്ടം കൂടും ചെയ്തിട്ടേ ഞാൻ അവളുടെ അടുത്ത് പോയിരുന്നപ്പോൾ ആര് കണ്ണേ ആര് കണ്ണേ എന്നെ മനസ്സിലായിട്ടില്ല അവൾക്ക്. ആര് കണ്ണേ അല്ല, രാരി കണ്ണേ രാരാരോ ഡൂരി കണ്ണേ രൂരാരോ എന്ന് പാട്ട് പാടുകയാണ്. പച്ച കുത്തുന്ന പാട്ട് പാടുകയാണ്. തങ്ങളുടെ നാട്ടിൽ ദാനധർമ്മങ്ങളൊന്നുമില്ലെന്നും എന്നാൽ ഈ നാട് ഒരുപാട് ദാനധർമ്മങ്ങൾ നൽകുന്ന നല്ല മനുഷ്യരുടെ ഒരു നാടാണെന്നും പറഞ്ഞ് നാടിനെ പൊലിക്കുന്ന ഒരുപാട് പാട്ടുകൾ. സ്വാഭാവികമായിട്ടും ഇത് രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ എവിടെയാണോ ഇത് അവതരിപ്പിക്കുന്നത് ആ പ്രദേശത്തിൻ്റെ മഹിമയെക്കുറിച്ചൊക്കെ പാട്ടുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് തൊട്ടിയൻ തൊട്ടിച്ചി അവതരിപ്പിക്കപ്പെടാറുള്ളത്. വാരാളേ വാരാളമ്മ പരിചയന നല്ല തങ്കം പോവാതെ പോവാതമ്മ ബുദ്ധികെട്ട നല്ല തങ്കം എങ്ക നാട് നല്ല നാട് தானமில்லே தர்மமில்லே இங்க நாட்டில் நாங்கள் வந்தால் ദാനമുണ്ട് ധർമ്മമുണ്ട്. അപ്പോൾ ഇതിൽ കുന്തിദേവി മക്കളുടെ കഥകൾ വരുന്നുണ്ട്. കുന്തിദേവി മക്കളുടെ കഥകൾ അവരെ മക്കളെയൊക്കെ പുലർത്താൻ വഴിയില്ലാതെയുള്ള കഷ്ടപ്പാടുപെട്ട പാട്ടുകളും ശ്രീകൃഷ്ണൻ പാട്ടുകളും വരും. ആദ്യം മുതലാകെ കൃഷ്ണര് ആടിപ്പാടി വളർന്ന മായക്കാരനെട ഇവനൊരു മഹുമ്മക്കാരനെട. അതങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ തൊട്ടിച്ച് വന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ തൊട്ടിയനാണ് വരുന്നത്. തൊട്ടിയൻ വരുന്നത് പേരെന്നാ രാമസ്വാമി தானா? ராமசாமி உனக்கு யார் இருக்குது? எல்லா பேரும் இருக்குது. இந்த தொழில் என்ன? என் புருஷனுக்கு ஒட்டுகோல் வைக்கிறேன், பொம்மை பிடிக்கிறேன், தள்ளை பிடிக்கிறேன், கட்டை கடந்து உடைக்கிறேன், மீசாமல பையாக போட்டு சும்மா. പെമ്പിള വേല സോക്കാന വേല, പെണ്ണുങ്ങളുടെ വേല. അപ്പോൾ പെണ്ണുങ്ങളുടെ വേലയാണ് കണ്ണമ്പറ വേല. അതല്ല, പെണ്ണുങ്ങൾക്ക് പണി കുറച്ച് കൂടുതലാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇതെല്ലാം ഡബിൾ മീനിങ്ങുകളായിട്ട് വരുന്ന. ஐயா எனக்கு பச்சை குத்துற உரிசு கட்டுறேன், இப்படி 2 வேலை தெரியும் ஐயா. പിന്നെ പച്ച കുത്തര ഉരുശി കെട്ടറേ. ഉറി വെറുതെ ഭക്ഷണ സാധനങ്ങൾ
മറ്റു മൃഗങ്ങൾ അല്ലെ പൂച്ച നായ ഇതൊക്കെ ആക്രമിക്കാതിരിക്കുക. ഇന്നല്ലേ ഇപ്പോൾ നമുക്ക് വലിയ വീടുകളും സുരക്ഷിതമൊക്കെ ആയി. അന്ന് വെറും പിന്നെ എന്തെങ്കിലും വളരെ കമ്പിലോ എന്തെങ്കിലും കെട്ടിത്തൂക്കിയിട്ടല്ലേ നമ്മൾ പണിക്ക് പോകുന്നത്. അപ്പോൾ അത് സൂക്ഷിക്കാൻ വേണ്ടി ഉറി ഉണ്ടാക്കുക. ഇതാണ് ഇവരുടെ പണി. ഉറി ഉണ്ടാക്കുക ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പച്ച കുത്തറ്, കയ്യിൽ പച്ച കുത്ത്, ഇതൊക്കെയാണ്. അതിൽ പല പച്ചകളുണ്ട്. വാളപ്പൂ, തേരുപ്പൂ, പണപ്പൊട്ട്, പകാമ്പറ, ഇപ്പിടിയെല്ലാം കുത്തി കൊടുക്കറേനയ്യാ. വാളപ്പൂ, തേരുപ്പൂ, പണപ്പൊട്ട്, പകാമ്പറ, ഇവിടെയെല്ലാം കുത്തി കൊടുക്കറേനയ്യാ. നമുക്കൊന്ന് നോക്കിയാലോ? ഉനക്ക് പച്ച വേണമെന്നാട്ടാ ഇപ്പിടി കറങ്ങണ ഇങ്ങനെ കറങ്ങിട്ട് ഇരിക്കണം. എന്റെ ബിരിയില്ലല്ലോ, എന്റെ മാത്രം ബിരിയല്ല. ഇങ്ങനെ തൊട്ടിച്ച് തൻ്റെ ജീവിതം പറയുന്നു. അതിനുശേഷം തൊട്ടിയൻ വരുന്നു. തൊട്ടിയനും കാര്യമായ ജോലിയൊന്നും ചെയ്യാതിരിക്കുന്ന ഒരു മടിയനായ ഭർത്താവാണ്. അവർ വേർപിരിഞ്ഞ് കിടക്കുകയാണ്. തൻ്റെ ഭർത്താവിനെ കാണണമെന്നും അവരുമായിട്ട് ഒന്നിച്ചു ചേരണമെന്നും ആഗ്രഹിക്കുന്ന തൊട്ടിച്ചി ചോദ്യക്കാരനോടാണ് തൻ്റെ ഭർത്താവിനെ വിളിക്കാൻ ആവശ്യപ്പെടുന്നത്. അതിനുശേഷം തൊട്ടിയനും തൊട്ടിച്ചിയും നടത്തുന്ന ദീർഘമായ സംഭാഷണങ്ങളുണ്ട്. ഇവിടെ രസകരമായൊരു കാര്യം, തൊട്ടിച്ചി ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കാമെന്നും ആ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്നാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകനീതിയെ സംബന്ധിച്ച്, പുരാണത്തെ സംബന്ധിച്ച് നിരവധിയായ ചോദ്യങ്ങൾ, കടങ്കഥകൾ ആണ് തൊട്ടിയനോട് ചോദിക്കുന്നത്. പുരാണത്തിലേക്ക് കടന്നാൽ ഒരുപാട് പുരാണങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് പാമ്പാടി ചിത്രമാണ്. 18 ചിത്തന്മാരുണ്ട്. ഒരു ചിത്തന്മാർ കഴിയണമെങ്കിൽ ഏറ്റുപാട്ടും കൂടെ ഒരു 3/4 മണിക്കൂർ പിടിക്കും. അങ്ങനത്തെ 18 ചിത്തന്മാരുണ്ട്. മനസ്സിലായില്ലേ? തലവിധി കീർത്തനമുണ്ട്. ആരെ വിട്ട് ദൂക്കാൻ തലവിധി, എവിര് വിട്ട് ദൂക്കാൻ വിധിവശം, ആരെ വിട്ട് ദൂക്കാൻ ഐവരും കുന്തിയും ആയി നട കൊണ്ടേതും, ആരിയ ഗ്രാമത്തിൽ ഭിക്ഷയ്ക്കായി ചെன்றേതും, അന്തണത്രയുടെ ദുഃഖത്തെ കണ്ടേനും, അയ്യുണ്ട് സാധനം ഭീമങ്കൈ കൊണ്ടേനും, കുന്തി കുമാരകൻ ഊണ് കൊടുന്നതും അത് കണ്ട് ഭഗൻ അലറി കോപിച്ച് നിன்றേതും, സൽകുമാരൻ സ്വാദം ഒക്കെ ഭക്ഷിച്ചതും മൽകഥ കൊണ്ട് ഭഗനെ വധിച്ചതും. ഇതെല്ലാം തൊട്ടിയ പൊറാട്ടിലാണ്, ചക്കിലെ പൊറാട്ടിലാണ്. തൊട്ടിയും തൊട്ടിച്ചും ചക്കിലെ പൊറാട്ടിലാണ് കൂടുതൽ പുരാണങ്ങൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ കണ്ടുവന്നിട്ടുള്ളത്. തന്തയില്ലാതെ പിറന്ന പുത്രൻ ആരാണ് എന്നും, ഭൂമിക്ക് മുന്നേ പിറന്നത് ആരാണ് എന്നും, അതുപോലെ വേരുകളില്ലാത്ത വൃക്ഷമേതാണെന്നും, ഇങ്ങനെയുള്ള ചിറകില്ലാത്ത പക്ഷി, ഇതെല്ലാം ചിറകില്ലാത്ത പക്ഷി ആത്മാവാണെന്നും, വേരുകളില്ലാത്ത വൃക്ഷം ആകാശമാണെന്നും ഒക്കെയുള്ള ഒരുപാട് കഥകൾ പറഞ്ഞുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു പുരാണ കഥനവും അതിൻ്റെ വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ നിരവധി നീതി കഥാസാരങ്ങളുമൊക്കെയും ഈ തൊട്ടിയനും തൊട്ടിച്ചയിലേക്കും കടന്നു വരുന്നത് കാണാം. ഈ അർത്ഥത്തിൽ പുരാണ ഇതിഹാസ കഥകളെ മാത്രമല്ല, നാടോടി ഇതിഹാസങ്ങളെയും നാട്ടു പഴമകളെയും ഒക്കെ ഈ പാട്ടുകളിലേക്കും കളിയിലേക്കും സന്നിവേശിപ്പിക്കുക എന്ന ഒരു ധർമ്മം കൂടെ പൊറാട്ടിനുണ്ട് എന്ന് പറയാം. തോളിമറ പുടനെ തൊങ്കത്തല കെട്ട് ആള് വളർന്ന് പോച്ച് അങ്കമാനുമട്ടും. ഇത് രണ്ടാളും പ്രണയ കലഹങ്ങളായിട്ട് പാട്ടിൽ കൂടെ അവതരിപ്പിക്കുകയാണ്. വാമാ ഊருக்கு പോലാമയ്യ, ഞാൻ വരില്ലേ, ഞാൻ சொன்னதுக்கு பதில் சொல்லு. പിന്നെ പുരാണത്തിലേക്ക് കടക്കാൻ ചേട്ടാ, സീത പുറന്തതും ലങ്ക എഴുന്തതും, അങ്ങനെ പുരാണങ്ങളിലേക്ക് ഈ തമിഴ് പടി തന്നെ ചെല്ലു. തന്തയില്ലാത്ത പുത്രൻ വിഷ്ണു, പാലം ഗണപതി ആരണ്ട് ചൊല്ലണം, പാലം ഗണപതി പാർവതി വെറ്റത്, അങ്ങനെ പതിക്കുള്ള അക്ഷരം എത്തിനെയുണ്ട്, പതിക്കുള്ള അക്ഷരം 4 തന്നെ. ഇതെല്ലാം നമ്മുടെ പുരാണങ്ങളിൽ
ചേർത്തുകൊണ്ട് ചോദ്യവും ഉത്തരവും കഴിഞ്ഞിട്ട് അവർ പിന്നെ രാജ്യത്തേക്ക് അവൻ്റെ രാജ്യത്തേക്ക് പോകും. ചിലകളുണ്ട്